ഇടിയാപ്പ് കൊടുക്കാൻ പോണേ. അപ്പൊ ചെങ്ങന്മാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇജാപ്പു പറഞ്ഞ മാതിരി നമ്മൾ ചിക്കൻ ചൂടാൻ പോവുകയാണ് ചെങ്ങന്മാർ. ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. നമ്മളെ സാറിലേക്കാണ് ചെങ്ങന്മാർ. അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി സംഭവങ്ങളാണ്, വേറെ വൈബാണ്, കാര്യങ്ങളാണ്, സൗകര്യങ്ങളാണ്, എല്ലാം സൂപ്പർ ആണെങ്കിലും പക്ഷെ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താമ ആപ്പിൽ കയറിന് ശേഷം അതിൽ സെർച്ച് ചെയ്യുക, ബഡ്ജറ്റ് ഇത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ടെന്റ് കെട്ടി നിൽക്കുന്നവർക്ക് മാത്രം കുഴപ്പമുള്ള, അല്ലാത്ത പക്ഷെ അവിടെ ചിക്കൻ ചുട്ട് റിട്ടേൺ പോകുന്നവർക്ക് അത് പ്രശ്നമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ അടിപൊളി വൈബാണ്, വേറെ ലെവലാണ്. പിന്നെ അതേപോലെ അവിടെ ബാത്റൂം കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പൊക്കെ പോയത്. അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറം ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്, പോകേണ്ട. നല്ലയൻകാർക്ക് ഭയങ്കര നഷ്ടമാവും, പോയിട്ടില്ല ഭയങ്കര നഷ്ടമാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പത്ത് അടിപൊളി ഇരിക്കാൻ പറ്റുക, നല്ല വൈബിൽ ചിക്കനൊക്കെ ചുട്ട് അടിപൊളി തിന്നതിന് ശേഷം രാവിലെ നീക്കുമ്പോൾ നല്ല സൂര്യോദയം കാണാൻ പറ്റുക അടിപൊളി ഏരിയയാണ്. ചെറിയ മഞ്ഞും അതേപോലെ ഒരു മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളി. വീഡിയോയിൽ തന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഈ നിൽക്കുന്നവരാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. താമാപ്പിൽ കയറിയിട്ട് കാര്യങ്ങൾ റെഡിയാക്കണം. അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. പക്ഷേ ഞങ്ങളന്ന് പോയപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബൽദീൻ്റെ ആൾക്കാരാണ് ഈ കാര്യങ്ങൾ താമ ആപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ രാവിലെ എപ്പോഴും ബൽദിയക്കാരുണ്ടാവും. നിങ്ങൾ പോകുന്ന ടൈമിലൊക്കെ ബൽദിയക്കാരുണ്ടാവും. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാറുണ്ട്, ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് അവിടുത്തെ ക്ലൈമറ്റ് മക്കൾ, അടിപൊളി. നട്ടിട്ടുണ്ടെങ്കിൽ ഒരട്ടം പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ തോന്നും ചെങ്ങന്മാർ. അടിപൊളി ഏരിയ ആണ്, ചെറിയ മഞ്ഞും ചെറിയ തണുപ്പും. അതേപോലെ ചെറിയ തണുപ്പെന്ന് പറഞ്ഞിട്ടാണ് മസ്റ്റായിട്ട് കോട്ടും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. അടിപൊളി തണുപ്പാണ് കേട്ടോ. വീട്ടിൽ കാണാൻ വരുമൊന്നുമില്ല. രാവിലെ നെയ്ച്ചൊരു കട്ടൻ ചായ കുടിച്ച് അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് സംഭവമാണ്. ഫാമിലിയായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി വൈബായിട്ട് ചെങ്ങാമ്പരി. പിന്നെ അടുത്ത് ഫുള്ളും നമ്മളെ എന്താ പറയുക, എല്ലാ രാജ്യക്കാരും ഒതുങ്ങി കൂടുന്ന നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ ഈ പാട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ ലിമിറ്റേഷൻ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ എല്ലാ ആൾക്കാരും വന്നിട്ട് ഒരേപോലെ നിൽക്കുന്നതാണ്. ഓരോരുത്തരും മറ്റേ വണ്ടിയിൽ ടെൻറ്റ് കെട്ടി നിൽക്കുന്നവരുണ്ട്, നോർമൽ ടെൻറ്റ് കെട്ടി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ ആ ഒതുങ്ങിയ കാര്യത്തിൽ കാര്യം ചെയ്യുകയാണെങ്കിൽ വേറെ ലെവൽ സംഭവമാണ്. എപ്പോഴും അവിടെ കാര്യങ്ങൾ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഇറങ്ങിയ പാടെ ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ കാണാം. റൈറ്റിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റേ എല്ലാവരും കൂടി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അതേപോലെ ഈ പമ്പിൻ്റെ അടുത്ത് നല്ല അടിപൊളി ഹോട്ടലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാം. അങ്ങനെ സെറ്റ് സംഭവമാണ്, മസ്റ്റ് ഡ്രൈവിന് അടുത്തുള്ള തോട്ടങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഒട്ടകങ്ങളൊക്കെ. അപ്പോൾ അടുത്ത പണിക്കാത്തുക. ഓക്കെ, ബൈ.